ചളങ്ങേണ്ടതായിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ പച്ച കട്ടപ്പന നിർത്തി. അപ്പോൾ നമ്മൾ 11 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇനിയും നമുക്കൊരു 11 ട്രിപ്പും കൂടെ ഇന്ന് കംപ്ലീറ്റ് ആക്കാനുണ്ട്. എന്നാലേ ഉള്ളൂ 76 ട്രിപ്പ് ആകത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മൾ 9:30 ആയപ്പോൾ ഇറങ്ങി. ഇപ്പോൾ സമയം 12 മണിയായി. 3 ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ടോട്ടൽ 1000 രൂപയ്ക്ക് ഓടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാന ലക്ഷ്യം ഇന്നിപ്പം 20 ട്രിപ്പ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ ശനിയാഴ്ച നമ്മൾ പോയില്ലായിരുന്നു. വെള്ളിയാഴ്ച ഫുള്ള മൂഡ് ഓഫ് ആയിട്ട് നമ്മൾ ശനിയാഴ്ച പോയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വ്യാഴാഴ്ച ഞാൻ 55 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കിയതായിരുന്നു. ഇപ്പം 57 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാലും 75 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കണം. 76 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കണം. അപ്പം അതിനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇന്ന് നമുക്കതിന് പറ്റുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് യലങ്ക ബാഗ്ലൂർ ക്രോസ് ചെയ്യുന്ന ചർച്ച് സ്ട്രീറ്റിലേക്കായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചർച്ച് സ്ട്രീറ്റിലാണ്. അപ്പോൾ ചർച്ച് സ്ട്രീറ്റ് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. MG റോഡ്, ബ്രിഗേഡ് റോഡ്, ചർച്ച് സ്ട്രീറ്റ് ഇതൊക്കെ ബാംഗ്ലൂരിൻ്റെ ഏകദേശം സെൻറ്ററാണ്. അപ്പം ഇവിടെയാണ് ഫുള്ള് പബ്ബും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ട്രിപ്പ് നമുക്ക് 21 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ 21 കിലോമീറ്ററിന് നമുക്ക് കിട്ടിയത് 265 രൂപയാണ്. ഊബർ എന്താ ഇങ്ങനെ തുടങ്ങുന്നതെന്ന് യാതൊരു ഐഡിയയും ഇല്ല. ഇതിപ്പം ഇവർക്ക് ഡ്രൈവർമാരെ വേണ്ടേ, അതോ ഇനിയിപ്പോൾ ഇത്ര കൊടുത്താലും ഡ്രൈവർമാരെല്ലാം ഓടാൻ റെഡിയാണ്, അതുകൊണ്ട് ഇത്ര കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണോ എന്നറിയത്തില്ല. അപ്പം ഇത് നമുക്ക് ഏകദേശം 11 രൂപ, 21 കിലോമീറ്ററിന് 260 രൂപ എന്ന് പറയുമ്പോൾ 11 രൂപ അല്ലേ, 11 രൂപ 12 രൂപ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതാണ് അവസ്ഥ. എനിക്കിതുപോലെ തന്നെ കഴിഞ്ഞ ദീപാവലി കഴിഞ്ഞു ഇതേ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കഴിഞ്ഞ ദീപാവലിക്ക് മുമ്പ് നമ്മൾ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്നു. ആ ദീപാവലി കഴിഞ്ഞപ്പോൾ ഇതിനും കൂടുതൽ നല്ല പോലെ എമൗണ്ടും കാര്യങ്ങളും കുറച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്കും എത്രയാണ് എമൗണ്ട് വരുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്ക് അറിയാമല്ലോ ഇപ്പം ഊബറിൻ്റെ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ വരുന്നത്, അതോ ഇനിയിപ്പോൾ നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണോ എന്നറിയാമല്ലോ. അപ്പോൾ അടുത്ത ട്രിപ്പ് നമുക്ക് അടിച്ചിട്ടില്ല. ഇവിടെ ഫുള്ള് ഇത് കാണിക്കുന്നുണ്ട്, ഏതാ ഡിമാൻഡൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇന്നലെ ഊബറിൻ്റെ കസ്റ്റമർ കെയറെ വിളിച്ച് 4 ചീത്തയൊക്കെ പറയാണ്. ഇനിയിപ്പോൾ അതിന് അവർ പകരം വിട്ടെന്നാണോ എന്നൊക്കെ അറിയത്തില്ലല്ലോ. സമയം ഇപ്പോൾ 1:45 ആയിട്ടുണ്ട്. നമ്മൾ 7 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം ആ ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ട്രിപ്പ് തന്നെ നോക്കിയെടുത്തെല്ലാം. അപ്പം അങ്ങനെ ഊബർ നമ്മളായിട്ട് അങ്ങനെ ഊമ്പിക്കണ്ടല്ലോ, നമ്മൾ ചെറിയ ട്രിപ്പ് തന്നെ എടുത്ത്. കാശില്ലാതെ വലിയ ട്രിപ്പ് ഓടുന്നതിൽ നല്ലത് ചെറിയ ട്രിപ്പ് ഓടുന്നതാണ്. അതായത് നമ്മുടെ CNG തീരാറായിട്ടുണ്ട്. 160 കിലോമീറ്റർ നമ്മൾ ഇന്ന് ഓടി. 160 കിലോമീറ്റർ നമുക്ക് കിട്ടിയത് 1600 രൂപയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ടോട്ടൽ എത്രയാ? കിലോമീറ്ററിന് 10 രൂപ വെച്ച്. ഇതാണ് ഇങ്ങനത്തെ അപരാധമാണ് ഊബർ നമുക്കിട്ടിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ CNG അടിക്കാൻ പോവാണ്. ഇവിടെ മല്ലേശ്വരം ഈ ശേഷാധിപുരം സൈഡുള്ള ഒരു CNG പമ്പ് ഉണ്ടല്ലോ, അവിടെ പോയാണ് അടിക്കാൻ പോകുന്നത്. എന്ത് ഈ ഫ്രണ്ടിൽ പോകുന്ന പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയും കാലും ഒക്കെ ഇട്ട് അലക്കിങ്ങോട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏതായാലും സ്റ്റാർട്ട് ഞാൻ ഇത്രയും നാൾ ഓടിക്കൊണ്ടിരുന്നത് മാക്സിമം അല്ല, ചെറിയ ട്രിപ്പ് എടുക്കാതെ വലിയ ട്രിപ്പ് മാത്രമാണ് ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. അതായത് ഒരു 15 കിലോമീറ്ററിന് മുകളിലുള്ള ട്രിപ്പാണ് മിക്കപ്പോഴും ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഊബർ നമുക്കിട്ട് ഇങ്ങനെ പണി വരുന്ന സ്ഥിതിക്ക് നമ്മളിപ്പം അങ്ങനെ ഓടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇതിപ്പോൾ കഴിഞ്ഞിട്ടിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു ട്രിപ്പ് വന്ന് 13 കിലോമീറ്ററിന് 276 രൂപ വെച്ചിട്ട്. അപ്പോൾ അവന്മാർ തരുന്ന ട്രിപ്പെല്ലാം നമ്മളങ്ങ് എടുത്ത് ഓടുമ്പോഴാണ് അവന്മാരുടെ ആ സൂക്കേട്. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഓടുന്നില്ല. ഇനിയിപ്പോൾ ട്രിപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല. ഏതായാലും നമ്മൾ വാടക അടയ്ക്കുന്നുണ്ട്. അതിപ്പോൾ ട്രിപ്പിന് എണ്ണം നോക്കിയിട്ടൊന്നും അല്ല വരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ട്രിപ്പിന് എണ്ണവും കൂടും. ചെറിയ ട്രിപ്പ് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ 3 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തുള്ളൂ. ഇന്ന് ട്രാഫിക് അത്യാവശ്യം കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ട്രാഫിക് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ട്രിപ്പിൻ്റെ പരിപാടി നടക്കത്തില്ല. ഞാൻ ഈ ട്രാഫിക് ഉള്ളത് കൊണ്ടാണ് വലിയ ട്രിപ്പിൻ്റെ
സംഭവം നോക്കുന്നത്. കാരണം നമുക്ക് ഈ പിക്കപ്പിന് വേണ്ടി നമുക്ക് കുറേ സമയം പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ വലിയ ട്രിപ്പ് എടുത്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പം സാരമില്ല, ഏതായാലും ട്രാഫിക് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ നോക്കി അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, സമയം 4:37 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് HSR കോരമംഗല സൈഡിലാണ്. അപ്പോൾ നമ്മൾ 11 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇനിയും നമുക്കൊരു 11 ട്രിപ്പും കൂടെ ഇന്ന് കംപ്ലീറ്റ് ആക്കാനുണ്ട്. എന്നാലേ ഉള്ളൂ 76 ട്രിപ്പ് ആകത്തുള്ളൂ. അപ്പോൾ 11 ട്രിപ്പിന് നമ്മൾ 2300 രൂപയ്ക്കാണ് ഓടിയിരിക്കുന്നത്. ചെറിയ ട്രിപ്പ് നോക്കിയാണ് എടുക്കുന്നത്. അപ്പം ചെറിയ ട്രിപ്പ് വെച്ചാണ് എടുക്കുന്നത്. ഇപ്പം നിർത്തിയിട്ട് പിന്നെ ഇപ്പം ട്രിപ്പ് അടിച്ചില്ല. നേരത്തെ ഒരു കസ്റ്റമർ കയറിയത് ഒരു മറ്റിടത്തെ കസ്റ്റമറാണ് കയറിയത്. അവര് നോൺ AC ബുക്ക് ചെയ്ത് എന്നിട്ട് വണ്ടി കയറിയപ്പോഴത്തേനും AC ഇടാവോന്ന്. ഞാനാണെങ്കിൽ അത് നോക്കിയില്ലായിരുന്നു. AC ആണോ നോൺ AC ആണോ നോക്കാതെയാണ് ഞാൻ ഇട്ടേക്കാന്ന് വെച്ചു. പിന്നെ ഒരു കൊച്ചു കൊണ്ടായിരുന്നു. അപ്പോൾ കൊച്ചു കൊണ്ടാണത് ഞാനങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവന് AC-യുടെ ചൂട് പോരാ, അല്ല തണുപ്പ് പോരാ, അത് പോരാ, ഇത് പോരാ, ഭയങ്കര കുറ്റം പറച്ചില്. ഞാൻ പിന്നെ ചോദിച്ചു, നിങ്ങൾ നോൺ AC അല്ലേ ബുക്ക് ചെയ്തത്, AC ഇട്ട് തന്നത് കുഴപ്പമായെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനത്തെ കസ്റ്റമേഴ്സും കയറും. ഇപ്പം നമ്മൾ നമ്മുടെ ഒരു മാന്യത കൊണ്ട് ആ കൊച്ചിനൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം കൊച്ചിന് മാന്യത കൊണ്ട് നമ്മൾ AC ഇട്ട് കൊടുത്തപ്പോൾ തന്നെ പുള്ളിക്ക് അത് പോരാ, നോൺ AC ബുക്ക് ചെയ്യാൻ വേണം. എന്നാൽ പിന്നെ പുള്ളിക്ക് AC ബുക്ക് ചെയ്യാൻ മേലായിരുന്നു. അപ്പൊ അങ്ങനത്തെ അമ്മമാരൊക്കെ ഇവിടെ കയറും. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മള് മജസ്റ്റിക്ക് ആ സെന്ററിൽ തന്നെ കിടന്ന് അങ്ങോട്ട് ചെറിയ ട്രിപ്പ് എടുത്ത് കളിക്കുവാണ്. അപ്പം 2900 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. രാവിലെ നമ്മൾ 9:30-10 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. അപ്പം ലോഗിൻ ടൈം ഇപ്പോൾ 9 മണിക്കൂർ കാണിക്കുന്നുണ്ട്. 8 മണിക്കൂർ 45-50 മിനിറ്റ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് 7.5 മണിക്കൂർ നമ്മൾ ഓട്ടത്തിൽ തന്നെയായിരുന്നു. നമ്മൾ ഇറങ്ങിയിട്ട് CNG അടിക്കാനൊക്കെ ഏകദേശം 1/2 മണിക്കൂറൊക്കെ ഓഫ്ലൈൻ പോയായിരുന്നു. അപ്പം അങ്ങനെയുണ്ട്. അപ്പോൾ 14 ട്രിപ്പായിട്ടുണ്ട്. 14 ട്രിപ്പിന് നമുക്ക് 2900 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ 7 ട്രിപ്പും കൂടെ എടുക്കണം. അപ്പം ഒരു ട്രിപ്പ് നമ്മൾ എക്സ്ട്രാ ഏതെങ്കിലും എടുത്ത് വെക്കണം, എന്നാലേ ഉള്ളൂ. അവരുടെ ഉടായ്പ പരിപാടിയുണ്ട്. അപ്പം ഒരു ട്രിപ്പ് എക്സ്ട്രാ എടുത്ത് വെക്കണം. അല്ലെങ്കിൽ അവർ പറയും കഴിഞ്ഞ ആഴ്ച ഒരു ട്രിപ്പ് നമ്മൾ കിറക്കി ഓടിയായിരുന്നു, കൂട്ടി ഓടിയായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഇത് കട്ട് ചെയ്യും. പിന്നെ വേറെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസലേഷൻ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ക്യാൻസലേഷൻ 10%, 11% അങ്ങനെ ഓക്കെ. അടുത്ത ഒരു ട്രിപ്പ് അടിക്കുന്നുണ്ട്. ഓക്കെ, അതെടുക്കാം. നമ്മുടെ വണ്ടി അടിതട്ടി, അത് ട്രിപ്പ് എടുക്കാനായിട്ട് ഇതേ പോകുവാണ്. അപ്പം ട്രിപ്പ് കണ്ടപ്പോൾ നമ്മൾ നൈസായിട്ട് സൈഡിലോട്ട് ഒതുക്കിയതാണ്. എനിക്ക് എപ്പോഴും പറ്റുന്നതാണ്, ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു കൊല്ലോ കുന്ത്രാമാണ്ടോ അവന്മാർ ഇച്ചിരി പൊക്കി വെച്ചേക്കും, അതിൻ്റെ അടിയിലോട്ട് കറക്റ്റ് നമ്മുടെ അടി തട്ടിയിട്ടുണ്ട്. അത് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, നല്ലപോലെ ഒന്ന് ചളങ്ങേണ്ടതായിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ പച്ച കട്ടപ്പോൾ തന്നെ നിർത്തി. അപ്പം ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോവാണ്. ഇത് 4 കിലോമീറ്ററിനാണ് കാണിച്ചത്. 4 കിലോമീറ്ററിന് 200 സംതിങ് ആണ് കാണിച്ചത്. ചെല്ലുമ്പോൾ ഈ 4 കിലോമീറ്റർ നോക്കി ഈ ഊബറിൽ കാണിച്ചാലും ഈ നാറുകൾ ഇത് മാറ്റുമെന്നേ. ചിലപ്പോൾ അത് 5 കിലോമീറ്റർ, 6 കിലോമീറ്റർ. ഇവന്മാരുടെ ഊബറിന്റെ മാപ്പ് അനുസരിച്ചാണ് ഇവന്മാർ ഈ സംഭവം വെക്കുന്നത്. നമ്മുടെ ഗൂഗിൾ മാപ്പിലോട്ട് വരുമ്പോഴത്തേനും അത് വ്യത്യാസം വരും. അങ്ങനെയൊക്കെ ഉണ്ട്. വണ്ടിയുടെ സൈഡ് 2 സൈഡും തട്ടി വരഞ്ഞൊക്കെ ഇരിക്കുവാണ്. അത് എവിടെ പോയാലും ഒന്നെങ്കിൽ ടയർ ഏതെങ്കിലും കല്ലിൻ്റെ മുകളിൽ കയറും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവൈഡറിൻ്റെ ഏതെങ്കിലും ചെറിയ കുന്ത്രാമാണ്ട് അവന്മാർ ബുക്ക് വെച്ചിട്ടുണ്ടായിരിക്കും, അതിൽ വരയും. അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറേ പേര് ഇങ്ങനെ ഇവിടെ ഊബർ ഓടിക്കുന്നത് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറ്റുവാണെങ്കിൽ ഈ വീഡിയോ തന്നെ പറയാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി തന്നെ പ്രത്യേകം നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതായത് ഇത് ഞാൻ പിക്ക് ചെയ്യട്ടെ. 8:26 ആയിട്ടുണ്ട്. നമ്മൾ ഒരു 8 മണിയായപ്പം, 8 മണിയല്ല 7:45 ആയപ്പോൾ നമ്മളൊരു ട്രിപ്പ് നമ്മുടെ അവിടെ വൈറ്റ് ഫീൽഡുള്ള ഫീനിക്സ് മാളിൽ കൊണ്ട് ഇറക്കിയതാണ്. ഇപ്പോൾ 1/4 മണിക്കൂറായിട്ട് നമുക്ക് ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. നമ്മൾ ടോട്ടൽ ഇപ്പം 16 ട്രിപ്പ് ഇന്ന് കംപ്ലീറ്റ് ആക്കി. ഇന്നൊരു 22 ട്രിപ്പെങ്കിലും എടുക്കണമെന്നായിരുന്നു, എന്നാലേ ഉള്ളൂ നമുക്ക് 75 ട്രിപ്പ് ആകത്തുള്ളൂ. അവരുടെ ഒരു ബഫറും കൂടെ ഇട്ട് ഒരെണ്ണം കൂടെ കൂട്ടി എടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക്. ഇന്നിപ്പോൾ 16 ട്രിപ്പായി.
അപ്പോൾ 70 ട്രിപ്പായിട്ടുണ്ട്. ഇനി എനിക്കൊരു 6 ട്രിപ്പും കൂടെ വേണം. പക്ഷേ ട്രിപ്പ് അടിക്കുന്നേ ഇല്ല, എന്താ ചെയ്യാന്നറിയത്തില്ല. ഞാൻ അവിടുന്ന് നമ്മുടെ ഫീനിക്സ് മാളിൽ നിന്ന് KR പുരം വഴി ഇപ്പോൾ കല്യാൺ നഗർ വരെ വന്നു. ഇതുവരെ ഒരൊറ്റ ട്രിപ്പ് അടിച്ചിട്ടില്ല. ഡിമാൻഡ് തീരെ കുറവാണ് കാണിക്കുന്നത്. ഞായറാഴ്ചയാണ്. ഇപ്പോൾ നാട്ടിൽ പോയവരൊക്കെ ആയിരിക്കും. ഇന്ന് രാവിലെ നല്ല ട്രിപ്പായിരിക്കും. നാളെ രാവിലെ നല്ല ട്രിപ്പായിരിക്കും. കാരണം ദീപാവലിക്കൊക്കെ നാട്ടിൽ പോയിട്ടുള്ളവരൊക്കെ നാളെ രാവിലെ ആകുമ്പോൾ വരും. ചിലപ്പം നാളെ രാവിലെ ആകുമ്പോൾ നല്ല ട്രിപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇന്ന് രാത്രി ഓടിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ഊബറിൻ്റെ അക്കൗണ്ട് തുടങ്ങുന്ന പരിപാടിയല്ലേ. ഊബറിൻ്റെ അക്കൗണ്ട് നിങ്ങൾ കഴിവതും സ്വന്തമായിട്ട് തുടങ്ങാതിരിക്കാൻ ശ്രമിക്കുക. സ്വന്തമായിട്ട് തുടങ്ങാൻ കുഴപ്പമില്ല. ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ എനിക്കൊരു പണി കിട്ടിയായിരുന്നു. എൻ്റെ അക്കൗണ്ട് ഒരു 6-7 മാസത്തേക്ക് ആക്റ്റീവ് ആക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ഊബറിൻ്റെ അക്കൗണ്ട് നമ്മൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവന്മാർ അത് ഹോൾഡ് ചെയ്യുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആജീവനകാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെയൊക്കെ വരും. അപ്പം കഴിവതും നിങ്ങൾ എല്ലാം പെർഫെക്റ്റ് ആക്കി വെച്ച് അത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ പഴയ ലൈസൻസാണ്. അപ്പം ആ പഴയ ലൈസൻസിൽ അത് അപ്ലോഡ് ചെയ്യാനും നമ്മുടെ നമ്പരും കാര്യങ്ങളും ഇപ്പോഴത്തെ നിലവിലുള്ള നമ്പരും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങളിപ്പോൾ ഫ്ലീറ്റിൽ വന്ന് വണ്ടി എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഫ്ലീറ്റുകാർ തന്നെ അവർ അക്കൗണ്ട് തുടങ്ങിത്തരും. പിന്നെ നമ്മൾ വേറെ എന്തിനാണ് ഈ അറിയാൻ മേലാത്ത പണിക്ക് പോകുന്നത്? അറിയാവുന്നുണ്ടെങ്കിൽ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ചെയ്യണമെന്നല്ല പറഞ്ഞത്, അറിയാവുന്ന ഒരുപാട് പേര് കാണും. അപ്പം അത് ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഞാൻ ആദ്യമേ തുടങ്ങിയിട്ടൊരു 7 മാസത്തോളം എൻ്റെ അക്കൗണ്ട് എനിക്ക് ആക്റ്റീവ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ 2 അക്കൗണ്ടൊക്കെ ആയി. അങ്ങനെയൊക്കെ വന്നു. എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട്. എൻ്റെ ഒരു ഇമെയിൽ ഐ ഡി ഒരു അക്കൗണ്ട്, വേറൊരു ഇമെയിൽ ഐ ഡി വേറൊരു അക്കൗണ്ട് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ തന്നെ തുടങ്ങിയത് കൊണ്ട് ഫ്ലീറ്റുകാർ തുടങ്ങി തന്നത് കിടപ്പുണ്ട്. അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം അത് നോക്കി ചെയ്യുക. പിന്നെ ഇവിടെ വന്ന് എങ്ങനെയാ ഓടാന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്ന് ഓടാനായിട്ട് നമുക്ക് മെയിനായിട്ട് 3 വഴിയാണുള്ളത്. 3 വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇവിടെ സ്വന്തം വണ്ടിയും താമസ സൗകര്യവും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് ഓടാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഏതെങ്കിലും ഫ്ലീറ്റിൽ കാശ് കൊടുത്ത് വാടകയ്ക്ക് നമുക്ക് ഓടാം. ഇതും അല്ലെങ്കിൽ ഫ്ലീറ്റ് അല്ലാതെ പ്രൈവറ്റായിട്ട് വണ്ടി കൊടുത്തിട്ട്, അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പ്രൈവറ്റായിട്ട് വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നവരുടെ നിന്ന് വണ്ടി മേടിച്ച് നമുക്ക് ഓടാം. അപ്പോൾ ഞാൻ ഈ പ്രൈവറ്റായിട്ട് വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നത് ഞാനിപ്പോൾ ആദ്യമായിട്ട് വരുന്നവരെ ഞാൻ എൻകറേജ് ചെയ്യുന്നില്ല. കാരണം ഈ കന്നഡക്കാരന്മാരാണ്, അവന്മാരെങ്ങനെയുള്ളതാണ് എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്കിവിടെ ജീവിക്കാൻ സൗകര്യമുണ്ട്, എന്തെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് അവരുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എടുത്ത് ഓടുക. പക്ഷെ അങ്ങനെ സ്വന്തമായിട്ട് വണ്ടി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്ന് ഓടി ഒരു മാസമെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും ആരുടെയും വണ്ടിയിലൊന്ന് ഓടി ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. പിന്നെയുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്ലീറ്റിൽ, ഏതെങ്കിലും ഫ്ലീറ്റിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇപ്പം ഒരുപാട് ഈ മലയാളികൾ സബ് ഫീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം PMVയുടെ ആണെങ്കിലും ക്യാരറ്റിൻ്റെ ആണെങ്കിലും മൂവിൻ്റെ ആണെങ്കിലും എവറസ്റ്റിൻ്റെ ആണെങ്കിലും ഒക്കെ കമ്പനിക്കാർ EIP എന്ന് പറഞ്ഞൊരു പ്ലാൻ വഴി നമുക്ക് വണ്ടി തരും. ഇപ്പം ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും വണ്ടി കിട്ടും. ഞാനിപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി ഒരു ശ്രമമൊക്കെ നടത്തിയായിരുന്നു. പക്ഷേ എനിക്ക് റൂമിൻ്റെ ഒരു പരിപാടി നടന്നിട്ടില്ല. ഞാൻ വണ്ടിക്കുള്ള പൈസ 30,000 രൂപ കൊടുത്തിട്ടുണ്ട്. 2 വണ്ടി 30,000, 20,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 വണ്ടി കിട്ടും. അപ്പോൾ എൻ്റെ ഒരു വണ്ടിയും പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു 20,000 കൂടെ കൊടുത്തിട്ടുണ്ട്. 35,000 രൂപ ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പോയി 2 വണ്ടി എനിക്ക് എടുക്കാം. 2 വണ്ടി എടുത്തിട്ട് നാട്ടിൽ നിന്ന് 4 ഡ്രൈവർമാരെ കൊണ്ടുവന്ന് 500 രൂപ വാടകയ്ക്ക് ഓടിക്കാന്നുള്ള പരിപാടി അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ചെയ്യുന്നുണ്ട്. ഒരുപാട് പിള്ളേർ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്ലീറ്റിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി ബാംഗ്ലൂർ ഊബർ ഡ്രൈവേഴ്സ് 100 എന്നോ അല്ലെങ്കിൽ മറ്റേ ഫേസ്ബുക്കിലെ ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് മലയാളികളുടെ പോസ്റ്റ് കാണാം. തൽക്കാലം നിങ്ങൾക്ക് ഇവിടെ വന്ന് ഓടണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് കാരണം ഇവിടുത്തെ ട്രാഫിക്, ഇപ്പം നിങ്ങൾ ചിലപ്പം
ഒരു വർഷം മുമ്പ് ഇവിടെ വന്നിട്ട് ഓടിയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് ബാംഗ്ലൂർ താമസിച്ചിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ പല ടൈപ്പിലുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലത്തെ ട്രാഫിക്ക് ഓരോ മാസവും കൂടുമ്പോൾ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കാര്യം കൂടെ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടുത്തെ ട്രാഫിക്ക് നമുക്ക് അറിയാം, അത്രയൊക്കെയല്ലേ ഉള്ളൂ എന്ന് കരുതി. അപ്പം നിങ്ങൾ ഇവിടെ എത്ര കൊല്ലം ജീവിച്ചിട്ട് നാട്ടിൽ പോയി ജീവിച്ചതാന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ വന്ന് എടുക്കുമ്പോഴത്തേനും ഒരു മാസമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പം തന്നെ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടിയെന്ന് തോന്നുന്നു. ഞാൻ തന്നെയല്ല, എനിക്കിപ്പം പറയാനായിട്ടുള്ളൊരു മൂഡില്ല. നമുക്കൊരു 6 ട്രിപ്പെങ്കിലും എടുക്കണം എന്നുള്ള മൈൻഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം വാടക എങ്ങനെയാലും കുറയ്ക്കണ്ട. നമ്മൾ വാടക കുറയുന്നുമില്ല. ഇവന്മാർക്ക് വേണ്ടി നമ്മൾ അധ്വാനിച്ച് കൊടുക്കാന്നുള്ള പരിപാടിയാണ്. 600 രൂപയ്ക്കാണ് സിംഗസന്ദ്ര അടിച്ചിട്ടുണ്ട്. ഓക്കെ, സിംഗസന്ദ്ര പോയേക്കാം. അപ്പോൾ അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നോക്കാം. 20 കിലോമീറ്ററിന് 600 രൂപ കാണിക്കുന്നുണ്ട്. അതെന്താണ് അത്രയും രൂപയ്ക്ക് അടിച്ചതെന്ന് അറിയത്തില്ല, നോക്കട്ടെ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ഇതിപ്പോൾ ഈ ട്രിപ്പ് കിട്ടുക. അപ്പോൾ ഗായ്സ്, നമ്മൾ ആ ട്രിപ്പ് എടുത്തു, അത് കൊണ്ട് ഇറക്കി. 20 കിലോമീറ്റർ ആയിരുന്നു. ഡ്രോപ്പ് വന്നത് നമുക്ക് കുഡ്ലു ഗേറ്റിൻ്റെ അവിടെയായിരുന്നു. കുഡ്ലു ഗേറ്റിൻ്റെ അവിടെ ഡ്രോപ്പ് വന്നു. 20 കിലോമീറ്ററിന് നമുക്ക് 600 രൂപ കിട്ടി. ഊബർ നമുക്ക് ആ ട്രിപ്പിന് അത്യാവശ്യം നല്ല പൈസ തന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ ട്രിപ്പ് തന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആ 20 കിലോമീറ്റർ തിരിച്ച് നമ്മൾ കാലി അടിച്ചത് ഇവിടെ വന്നിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ട്രിപ്പൊന്നും കിട്ടിയിട്ടില്ല. ആ 20 കിലോമീറ്ററിനിടയ്ക്ക് ആകെ അടിച്ചത് ഒരു ട്രിപ്പാണ്. ആ ഒരു ട്രിപ്പ് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ വേറെ ഏതോ ഒരുത്തിന് എടുത്തിട്ട് പോയി. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങൾ ഉണ്ടാകും. നമുക്ക് 17 ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും എനിക്ക് 5 ട്രിപ്പും കൂടെ കിട്ടണം. 5 ട്രിപ്പും കൂടെ കിട്ടിയാലേ ഉള്ളൂ വാടക ഒന്ന് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിലവിലത്തെ സ്ലോട്ട് വെച്ചിട്ട് 5300 രൂപ, അതായത് 780 രൂപ കൊടുക്കണം. അപ്പോൾ 5 ട്രിപ്പും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6040 രൂപ, അതായത് 4300 രൂപ, 4600 രൂപ സംതിങ് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അതിനാണ് ഇങ്ങനെ പെടാപ്പാട് പെടുന്നത്. ചില ദിവസം ഇങ്ങനെയാണ് വരുമ്പോഴേ നമ്മൾ പെട്ടുപോകും. സാധ്യത സമയം നമുക്ക് 4 മണി വരെ ഉണ്ട്. അപ്പോൾ 4 മണിക്കുള്ളിൽ എങ്ങനെയായാലും നമ്മൾ എടുക്കാൻ പറ്റുമോ നോക്കും. ഇപ്പോൾ സെൻട്രലും ഈ നോർത്ത് ബാംഗ്ലൂർ, കല്യാൺ നഗർ, രാമൂർത്തി നഗറൊക്കെ അത്യാവശ്യം സോണിൽ ഡിമാൻഡ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വീണ്ടും നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. രാമൂർത്തി നഗർ വരെ എത്തി. നമ്മൾ കുഡ്ലു ഗേറ്റിൽ നിന്ന് കാലി അടിച്ച് വെല്ലന്തൂര്, മാരത്തകള്ളി, KR പുരം വഴി നമ്മൾ രാമൂർത്തി നഗർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു മൂലയ്ക്കൊന്ന് കടന്ന് ചെറിയ ട്രിപ്പ് കിട്ടിയാൽ മതി, നമുക്ക് സന്തോഷം. 1000 രൂപയ്ക്ക് 1000 രൂപ നമുക്ക് റെന്റിൽ നിന്ന് കുറയുമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ് വെയിറ്റിങ്. നമ്മളിപ്പോൾ ഇതുവരെ 4070 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് 17 ട്രിപ്പ്. അപ്പോൾ CNG 650 രൂപയ്ക്ക് 52 രൂപയ്ക്കാണ് അടിച്ചത്. 652 രൂപയ്ക്ക് അടിച്ചിട്ട് നമുക്കിപ്പോൾ 132 കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. CNG അടിച്ച് കഴിഞ്ഞു. ഉച്ചയ്ക്ക് CNG അടിച്ചിട്ട് നമ്മൾ പിന്നെ 132 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇന്ന് നമ്മളൊരു 300 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട് ഇന്ന്. അപ്പോൾ നോക്കട്ടെ, 300 കിലോമീറ്ററാണ് നമ്മൾ 4000 രൂപ കിട്ടിയേക്കുന്നത്. അപ്പോൾ ട്രിപ്പ് കിട്ടുമെന്ന് നോക്കട്ടെ. അപ്പോൾ ശരി ഗായ്സ്, ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൊണ്ടുപോയെടുക്കുന്നത്. അപ്പോൾ കാണാം.